ഓട്ടോ സർവീസ് ടെക്നീഷ്യൻ ലെവൽ 4 ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ 5ാമത്തെ യൂണിറ്റായ ഓട്ടോ ഇലക്ട്രിക്കലിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട സിസ്റ്റമാണ് ചാർജിംഗ് സിസ്റ്റം. ചാർജിംഗ് സിസ്റ്റത്തിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ്, അവ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും അതോടൊപ്പം തന്നെ ശരിയായ രീതിയിൽ ബാറ്ററിയെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്നും ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ചാർജിംഗ് സിസ്റ്റം. The vehicle is equipped with many electrical devices to drive safely and comfortably. വാഹനം സുരക്ഷിതമായും സുഖപ്രദമായും ഓടിക്കുന്നതിന് ഇലക്ട്രിക്കൽ ഡിവൈസുകൾ ഉപയോഗിക്കുന്നു. The vehicle requires electricity not only while driving but also while it stops. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ മാത്രമല്ല, വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുമ്പോഴും ഇലക്ട്രിസിറ്റി ആവശ്യമാണ്. Therefore, the vehicle has a battery for power supply and a charging system to generate electricity by engine running. അതിനാൽ വാഹനങ്ങളിൽ പവർ നൽകാനായി ബാറ്ററിയും ബാറ്ററിയെ ചാർജ് ചെയ്യാനായി ആവശ്യമുള്ള ഇലക്ട്രിസിറ്റി നൽകാൻ ചാർജിംഗ് സിസ്റ്റവും ഉപയോഗിക്കുന്നു. The charging system is an important part of the vehicle electrical system. ഒരു വെഹിക്കിൾ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ചാർജിംഗ് സിസ്റ്റം. It provides electrical current for the vehicle's light, the radio, the heater, the engine electrical systems and other electrical accessories. വാഹനത്തിലെ ലൈറ്റുകൾക്കും റേഡിയോ, ഹീറ്റർ, എഞ്ചിൻ ഇലക്ട്രിക്കൽ സിസ്റ്റംസ് കൂടാതെ മറ്റ് അക്സസറീസ് എന്നിവയ്ക്കും ഇലക്ട്രിക്കൽ കറണ്ട് നൽകാൻ ചാർജിംഗ് സിസ്റ്റം സഹായിക്കുന്നു. It also maintains the batteries in a charged state, recharging them as necessary. ചാർജിംഗ് സിസ്റ്റം ബാറ്ററിയെ ചാർജ് ചെയ്ത അവസ്ഥയിൽ നിലനിർത്താനും ആവശ്യമുള്ളപ്പോൾ റീചാർജ് ചെയ്യാനും സഹായിക്കുന്നു. റിക്വയർമെന്റ്സ് ഓഫ് ചാർജിംഗ് സിസ്റ്റം. ഒരു ചാർജിംഗ് സിസ്റ്റത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഷുഡ് സപ്ലൈ കറണ്ട് ഡിമാൻഡ് ഫോർ ഓൾ ലോഡ്സ്. എല്ലാ ലോഡിനും അനുസരിച്ചുള്ള കറണ്ട് ചാർജിംഗ് സിസ്റ്റം നൽകണം. ഷുഡ് സപ്ലൈ ദ കറണ്ട് റിക്വയർഡ് ഫോർ ചാർജിംഗ് ദ ബാറ്ററി അണ്ടർ ഓൾ കണ്ടീഷൻസ്. എല്ലാ സാഹചര്യങ്ങളിലും ബാറ്ററി ചാർജ് ചെയ്യുന്നതിനുള്ള കറണ്ട് നൽകണം. ഷുഡ് സപ്ലൈ കോൺസ്റ്റന്റ് വോൾട്ടേജ് അണ്ടർ ഓൾ കണ്ടീഷൻസ്. എല്ലാ കണ്ടീഷൻസിലും സ്ഥിരമായ വോൾട്ടേജ് നൽകണം. ഷുഡ് റിലയബിൾ ആൻഡ് ക്വയറ്റ്. ദീർഘകാലം പ്രവർത്തിക്കുന്നതിനും ശബ്ദരഹിതമായ പ്രവർത്തനം നൽകാൻ കഴിയുന്നതായിരിക്കണം. ഷുഡ് റിക്വയർ ലീസ്റ്റ് മെയിൻ്റനൻസ്. മെയിൻ്റനൻസ് വളരെ കുറവായിരിക്കണം. ഷുഡ് ഹാവ് ഹയസ്റ്റ് പവർ ടു വെയ്റ്റ് റേഷ്യോ. ഉയർന്ന പവർ ടു വെയ്റ്റ് റേഷ്യോ നൽകുന്നതായിരിക്കണം ചാർജിംഗ് സിസ്റ്റം. ചിത്രത്തിൽ വാഹനങ്ങളിലെ ചാർജിംഗ് സിസ്റ്റത്തിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം കാണിച്ചിരിക്കുന്നു. കമ്പോണൻസ് ഓഫ് ചാർജിംഗ് സിസ്റ്റം. ചാർജിംഗ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ദ ചാർജിംഗ് സിസ്റ്റം ഹാസ് 3 മെയിൻ കമ്പോണൻസ്. ചാർജിംഗ് സിസ്റ്റത്തിന് പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ് ഉള്ളത്. 1 ബാറ്ററി, 2 ഓൾട്ടർനേറ്റർ, 3 വോൾട്ടേജ് റെഗുലേറ്റർ. ദ ബാറ്ററി സ്റ്റോഴ്സ് ദ പവർ ദാറ്റ് ഇനിഷ്യലി സ്റ്റാർട്ട്സ് ദ എൻജിൻ. വാഹനത്തെ സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായ പവർ നൽകുന്നത് ബാറ്ററിയാണ്. ദ ഓൾട്ടർനേറ്റർ ജനറേറ്റ്സ് ദ ഇലക്ട്രിസിറ്റി ദാറ്റ് സ്റ്റോർഡ് ഇൻ ദ ബാറ്ററി. ഒരു ബാറ്ററിയിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത് ഓൾട്ടർനേറ്ററാണ്. ദ വോൾട്ടേജ് റെഗുലേറ്റർ കൺട്രോൾസ് ദി എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് ടു പ്രിവെൻറ്റ് ഓവർ ചാർജിങ് ആൻഡ് ഡാമേജിങ് ദ ബാറ്ററി. ബാറ്ററിയുടെ ഓവർ ചാർജിങ്ങും അത് കാരണമുണ്ടാകുന്ന കേടുപാടുകളും ഇല്ലാതാക്കാൻ വോൾട്ടേജ് റെഗുലേറ്റർ ഓൾട്ടർനേറ്ററിൽ ജനറേറ്റ് ചെയ്യുന്ന കറണ്ടിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്നു. ചാർജിംഗ് സിസ്റ്റത്തിൻ്റെ ഓരോ ഭാഗവും എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് വിശദമായി പഠിക്കാം. 1 ബാറ്ററി. ദ ബാറ്ററി സപ്ലൈസ് ദ നെസസറി ഇലക്ട്രിക്കൽ പവർ ടു സ്റ്റാർട്ട് ദി എൻജിൻ. ഒരു വാഹനത്തെ സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായ ഇലക്ട്രിക്കൽ പവർ നൽകുന്നത് ബാറ്ററിയാണ്. ബാറ്ററീസ് ആർ ദി റിസർവോയർ ഓഫ് കെമിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ പവർ. Their primary purpose is to crank the engine. കെമിക്കൽ എനർജിയും ഇലക്ട്രിക്കൽ എനർജിയും ശേഖരിച്ചു വയ്ക്കുന്ന റിസർവോയറായി ബാറ്ററി പ്രവർത്തിക്കുന്നു. ഇതിൻ്റെ പ്രധാന ഉപയോഗം എഞ്ചിനെ ക്രാങ്ക് ചെയ്യുക എന്നതാണ്. They also supply power to vehicle accessories when electrical load is too great for the alternator alone.
കോമൺലി യൂസ്ഡ് ബാറ്ററി ഇൻ ആൻ ഓട്ടോമൊബൈൽ ഈസ് ലെഡ് ആസിഡ് ബാറ്ററി. ലോഡ് കൂടുമ്പോൾ ഓൾട്ടർനേറ്ററിനൊപ്പം തന്നെ ഇലക്ട്രിക്കൽ അക്സസറീസിന് പവർ നൽകാൻ ബാറ്ററി സഹായിക്കുന്നു. വാഹനങ്ങളിൽ സാധാരണ ഉപയോഗിക്കുന്ന ബാറ്ററി ലെഡ് ആസിഡ് ബാറ്ററി ആണ്. അടുത്തതായി ഓൾട്ടർനേറ്റർ. ദ ഓൾട്ടർനേറ്റർ ഈസ് ആൻ ഇലക്ട്രിക്കൽ ജനറേറ്റർ ദാറ്റ് കൺവേർട്സ് മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി ഇൻ ദ ഫോം ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ രൂപത്തിൽ മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഇലക്ട്രിക്കൽ ജനറേറ്ററാണ് ഓൾട്ടർനേറ്റർ. Alternators produce a three-phase alternating current which is constantly changes directions. സ്ഥിരമായി ദിശ മാറിക്കൊണ്ടിരിക്കുന്ന ത്രീ-ഫേസ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ് ഓൾട്ടർനേറ്റർ ജനറേറ്റ് ചെയ്യുന്നത്. മെക്കാനിക്കൽ എനർജി ഫ്രം ദ എൻജിൻ ക്രാങ്ക് ഷാഫ്റ്റ് ഈസ് കൺവേർട്ടഡ് ബൈ ദ ഓൾട്ടർനേറ്റർ ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി ഫോർ ദ ബാറ്ററീസ് ആൻഡ് അക്സസറീസ്. എൻജിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്ന് ലഭിക്കുന്ന മെക്കാനിക്കൽ എനർജിയെ ബാറ്ററിയുടെയും മറ്റ് അക്സസറീസിൻ്റെയും പ്രവർത്തനത്തിന് ആവശ്യമുള്ള ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുകയാണ് ഓൾട്ടർനേറ്റർ ചെയ്യുന്നത്. വൈ ആൻ ഓൾട്ടർനേറ്റർ ഇൻസ്റ്റെഡ് ഓഫ് ഡൈനാമോ? എന്തുകൊണ്ടാണ് പുതിയ വാഹനങ്ങളിൽ ചാർജിംഗ് സിസ്റ്റത്തിൽ ബാറ്ററിയെ ചാർജ് ചെയ്യാനായി ഡൈനാമോയ്ക്ക് പകരം ഓൾട്ടർനേറ്റർ ഉപയോഗിക്കുന്നുവെന്ന് നമുക്ക് പഠിക്കാം. The battery is charged by an alternator on modern cars or by a dynamo on earlier ones. പുതിയ വാഹനങ്ങളിൽ ബാറ്ററിയെ ചാർജ് ചെയ്യാനായി ഓൾട്ടർനേറ്ററാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ പഴയ വാഹനങ്ങളിൽ ഡൈനാമോ ആണ് ഉപയോഗിച്ചിരുന്നത്. ഓൾട്ടർനേറ്റർ പ്രൊഡ്യൂസേഴ്സ് യൂസ്ഫുൾ ഔട്ട്പുട്ട് ഈവൻ അറ്റ് ലോ സ്പീഡ് വിച്ച് എ ഡൈനാമോ കനോട്ട്. വാഹനം വളരെ ചെറിയ സ്പീഡിൽ നിരങ്ങി നീങ്ങുമ്പോൾ ഡൈനാമോയ്ക്ക് ബാറ്ററിയെ ചാർജ് ചെയ്യാൻ കഴിയില്ല, പക്ഷേ ഓൾട്ടർനേറ്ററിന് സാധിക്കുന്നു. ആൻ ഓൾട്ടർനേറ്റർ വിൽ സ്റ്റിൽ ഡെലിവർ ബിറ്റ്വീൻ 13 വോൾട്ട് ടു 14 വോൾട്ട് ഈവൻ അറ്റ് ഐഡിയൽ സ്പീഡ്സ് ഇനഫ് ടു ചാർജ് ദി ബാറ്ററി. വാഹനത്തിൻ്റെ ഐഡിയൽ സ്പീഡിൽ പോലും ഓൾട്ടർനേറ്ററിന് 13 വോൾട്ട് മുതൽ 14 വോൾട്ട് വരെ ബാറ്ററിയെ ചാർജ് ചെയ്യാൻ കഴിയും. Alternator is mechanically simpler than dynamo and therefore easier to maintain and should have a longer life. ഡൈനാമോയെ അപേക്ഷിച്ച് ഓൾട്ടർനേറ്ററിന് മെക്കാനിക്കലി സിമ്പിൾ കൺസ്ട്രക്ഷനാണ് ഉള്ളത്. മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ എളുപ്പവുമാണ്. അതിനാൽ തന്നെ വളരെ കാലം ഉപയോഗിക്കാൻ സാധിക്കുന്നു. ആൻ ഓൾട്ടർനേറ്റർ ഹാവ് ബ്രഷസ് റെസ്റ്റ് എഗനിസ്റ്റ് സ്മൂത്ത് റിങ്സ് കോൾഡ് സ്ലിപ്പ് റിങ്സ് ആൻഡ് ദെയർഫോർ ദ ഇലക്ട്രിക്കൽ നോയ്സ് ഫ്രം ദം ഈസ് വെരി ലോ. സ്ലിപ്പ് റിങ്സിൽ ബ്രഷസ് ഘടിപ്പിച്ചിരിക്കുന്നതിനാൽ ഓൾട്ടർനേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഒച്ച വളരെ കുറവാണ്. എ ഡൈനാമോ ഓൺ ദി അതർ ഹാൻഡ് ഹാസ് ബ്രഷസ് വിച്ച് റെസ്റ്റ് എഗൻസ്റ്റ് എ കമ്മ്യൂട്ടേറ്റർ വിച്ച് ഹാസ് എ നമ്പർ ഓഫ് സെഗ്മെൻറ്റ്സ് ഓവർ വിച്ച് ദ ബ്രഷസ് മസ്റ്റ് പാസ്. ദിസ് ക്രിയേറ്റ് ലോട്ട് ഓഫ് ഇലക്ട്രിക്കൽ നോയ്സ്. ഡൈനാമോയിൽ കമ്മ്യൂട്ടേറ്ററിൽ ധാരാളം ബ്രഷുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ധാരാളം സെഗ്മെൻറ്റിലൂടെ ഈ ബ്രഷസ് കടന്നു പോകുന്നു. ഇത് ഡൈനാമോ പ്രവർത്തിക്കുമ്പോൾ ശബ്ദമുണ്ടാകാൻ കാരണമാകുന്നു. ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ പുതിയ വാഹനങ്ങളിൽ ഡൈനാമോ ബാറ്ററിയെ ചാർജ് ചെയ്യാനായി ഉപയോഗിക്കുന്നില്ല, പകരം ഓൾട്ടർനേറ്ററാണ് ഉപയോഗിക്കുന്നത്. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ആൻ ഓൾട്ടർനേറ്റർ. ഓൾട്ടർനേറ്ററിൻ്റെ പ്രവർത്തന തത്വം മനസ്സിലാക്കാം. The working principle of an alternator is Faraday's law of electromagnetic induction. ഫാരഡേയുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന തത്വം ഉപയോഗിച്ചാണ് ഓൾട്ടർനേറ്റർ പ്രവർത്തിക്കുന്നത്. അക്കോർഡിംഗ് ടു ദിസ് ലോ, വെൻ എ കണ്ടക്ടർ ഈസ് മൂവ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, എ കറണ്ട് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദി കണ്ടക്ടർ. ഈ തത്വം അനുസരിച്ച് ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിലൂടെ ചലിക്കുമ്പോൾ കണ്ടക്ടറിൽ കറണ്ട് ഉണ്ടാകുന്നു. The amount of current depends upon the strength of magnetic field, the number of turns in the conductor and speed of relative motion. ഈ തത്വം അനുസരിച്ച് ഉണ്ടാകുന്ന കറണ്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ശക്തിയെയും കണ്ടക്ടറിലെ നമ്പർ ഓഫ് ടേൺസിനെയും റിലേറ്റീവ് ചലനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ചിത്രത്തിൽ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ കാണിച്ചിരിക്കുന്നു. പാർട്സ് ഓഫ് ആൻ ഓൾട്ടർനേറ്റർ. ഒരു ഓൾട്ടർനേറ്ററിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ.
ഓൾട്ടർനേറ്ററിന് പ്രധാനമായും 4 ഭാഗങ്ങളാണ് ഉള്ളത്. ഫ്രെയിം അഥവാ ഹൗസിംഗ്, റോട്ടർ, സ്ലിപ്പ് റിംഗ്സ് ആൻഡ് ബ്രഷസ്, സ്റ്റേറ്റർ എന്നിവയാണ്. ചിത്രത്തിൽ ഓൾട്ടർനേറ്റർ കാണിച്ചിരിക്കുന്നു. ഓൾട്ടർനേറ്ററിൻ്റെ ഭാഗങ്ങൾ ഡിസസംബിൾ ചെയ്ത് വച്ചിരിക്കുന്ന ചിത്രമാണ് ഇത്. ഓൾട്ടർനേറ്ററിൻ്റെ ഓരോ ഭാഗവും എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. ഫ്രെയിം ഓർ ഹൗസിംഗ്. This encloses the entire alternator assembly and is made up of cast aluminum. ഒരു ഓൾട്ടർനേറ്ററിൻ്റെ എല്ലാ ഭാഗങ്ങളെയും പൊതിഞ്ഞു സൂക്ഷിക്കുന്ന കവറാണ് ഫ്രെയിം. ഇത് കാസ്റ്റ് അലുമിനിയം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അലുമിനിയം ഈസ് ലൈറ്റ് ഇൻ വെയ്റ്റ്, നോൺ മാഗ്നറ്റിക് ആൻഡ് ഹാസ് ഹയർ തെർമൽ കണ്ടക്ടിവിറ്റി so as to keep the alternator cool by more efficient heat transfer. അലുമിനിയം ഭാരം കുറഞ്ഞതും കാന്തിക ശക്തിയില്ലാത്തതും ഉയർന്ന തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ള ലോഹവുമായതിനാൽ ഓൾട്ടർനേറ്ററിനെ ചൂടാകാതെ പ്രവർത്തിക്കാൻ സഹായിക്കുന്നു. The front part of the frame has ball bearings while the rear parts contains a roller bearing. ഫ്രെയിമിൻ്റെ മുൻഭാഗത്ത് ബോൾ ബെയറിങ്ങും പിൻഭാഗത്ത് റോളർ ബെയറിങ്ങും ഘടിപ്പിച്ചിരിക്കുന്നു. റോട്ടർ. It is the rotating part of the alternator which consists of an iron core around the rotor shaft. ഓൾട്ടർനേറ്ററിൻ്റെ ചലിക്കുന്ന ഭാഗമാണ് റോട്ടർ. ഇതിൽ റോട്ടർ ഷാഫ്റ്റിന് ചുറ്റും ഒരു അയൺ കോർ ഘടിപ്പിച്ചിരിക്കുന്നു. Many turns of copper wire coated with varnish are wound over the core. വാർണിഷ് കോട്ട് ചെയ്തിട്ടുള്ള ധാരാളം കോപ്പർ വയറുകൾ ഈ കോറിൽ ചുറ്റിയിരിക്കുന്നു. On both sides of the rotor, thick metal plates are bent over the windings with triangular fingers called a pole. റോട്ടറിൻ്റെ 2 സൈഡിലുമായി കട്ടിയുള്ള മെറ്റൽ പ്ലേറ്റുകൾ വൈൻഡിങ്ങിന് പുറത്തായി വെച്ച് ട്രയാങ്കുലാർ ഫിംഗറുകളായി കാണപ്പെടുന്നു. ഇതിനെ പോൾ എന്ന് വിളിക്കുന്നു. These metal pieces are called pole pieces and placed interlocking to each other so that when current flows through the windings, the pole pieces acquire opposite polarity. ഈ മെറ്റൽ പീസുകളെ പോൾ പീസുകൾ എന്നും വിളിക്കുന്നു. ഇവ പരസ്പരം ഇന്റർലോക്ക് ചെയ്ത രീതിയിൽ ഘടിപ്പിച്ചിരിക്കുന്നത് കാരണം കറണ്ട് വൈൻഡിങ്സിലൂടെ ഒഴുകുമ്പോൾ പോൾ പീസുകൾക്ക് വ്യത്യസ്ത പൊളാരിറ്റി ലഭിക്കുന്നു. This will result in alternating north and south magnetic pole on pole finger. ഇത് കാരണം പോൾ ഫിംഗറുകളിൽ ഒന്നിടവിട്ട് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാകുന്നു. This creates magnetic fields between the alternating pole fingers. Thus, an AC alternator has rotating magnetic flux. ഇത് പോൾ ഫിംഗറുകളിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുകയും അങ്ങനെ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ് ഓൾട്ടർനേറ്ററിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. സ്ലിപ്പ് റിംഗ്സ് ആൻഡ് ബ്രഷസ്. The current to the rotor windings is carried through the copper slip rings and carbon brushes. റോട്ടർ വൈൻഡിങ്സിലെ കറണ്ട് കോപ്പർ സ്ലിപ്പ് റിംഗ്സ് വഴിയും കാർബൺ ബ്രഷ് വഴിയും കടന്നു പോകുന്നു. The brushes ride the surface of the slip rings on the rotor under spring tension provided by the brush holder. റോട്ടറിലെ സ്ലിപ്പ് റിംഗ്സിൻ്റെ സർഫസിൽ ബ്രഷ് ഹോൾഡറിൻ്റെ സ്പ്രിംഗ് ടെൻഷൻ കാരണം ബ്രഷ് ചലിക്കുന്നു. സ്ലിപ്പ് റിംഗ്സ് പ്രൊവൈഡ്സ് ഇലക്ട്രിക്കൽ കോണ്ടാക്ട് വയ ദ ബ്രഷസ്. സ്ലിപ്പ് റിംഗ്സ് ഇലക്ട്രിക്കൽ കോണ്ടാക്ട് നൽകുന്നത് ബ്രഷ് വഴിയാണ്. സ്റ്റേറ്റർ. 3-phase ഓൾട്ടർനേറ്റർ ഈസ് യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽസ്. വാഹനങ്ങളിൽ 3-phase ഓൾട്ടർനേറ്ററാണ് ഉപയോഗിക്കുന്നത്. The stator is the stationary part of the alternator consisting of 3-phase windings wound over a laminated iron core. ഒരു ഓൾട്ടർനേറ്ററിൻ്റെ ചലിക്കാത്ത ഭാഗമാണ് സ്റ്റേറ്റർ. ഒരു ലാമിനേറ്റഡ് അയൺ കോറിൽ 3-phase വൈൻഡിങ്സ് ചേർന്നതാണ് സ്റ്റേറ്റർ. When the rotor rotates, its rotating magnetic field induces alternating current in all the 3 stator windings. റോട്ടോർ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റേറ്ററിലെ വൈൻഡിങ്സിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഉണ്ടാക്കുന്നു. We have to convert this alternating current into direct current. This is done by using a series of 6 diodes that are mounted in a rectifier assembly. ഈ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ
ഡയറക്റ്റ് കറണ്ടാക്കി മാറ്റണം. അതിനുവേണ്ടി റെക്ടിഫയർ അസംബ്ലിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന 6 ഡയോഡുകൾ ഉപയോഗിക്കുന്നു. എ ഡയോഡ് allow current to flow only in one direction. If voltage tries to flow in the other direction, it is blocked. ഡയോഡ് കറണ്ടിനെ ഒരു ദിശയിലൂടെ മാത്രമേ കടന്നുപോകാൻ അനുവദിക്കുകയുള്ളൂ. വോൾട്ടേജ് വിപരീത ദിശയിൽ ഒഴുകാൻ ശ്രമിക്കുകയാണെങ്കിൽ ഡയോഡ് അത് ബ്ലോക്ക് ചെയ്യുന്നു. The 6 diodes are arranged so that all the voltage coming from the alternator is aligned in one direction, thereby converting AC to DC. 6 ഡയോഡുകൾ ഓൾട്ടർനേറ്ററിൽ നിന്ന് വരുന്ന വോൾട്ടേജിനെ ഒരു ഡയറക്ഷനിൽ മാത്രം കടത്തിവിടുന്നതിനാൽ AC DC ആയി മാറുന്നു. വർക്കിംഗ് ഓഫ് ആൻ ഓൾട്ടർനേറ്റർ. ഒരു ഓൾട്ടർനേറ്ററിൻ്റെ പ്രവർത്തനം നമുക്ക് മനസ്സിലാക്കാം. When the rotor is rotated, the magnetic lines of force cut the stationary stator loop to produce induced current. റോട്ടർ കറങ്ങുമ്പോൾ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ കട്ട് ചെയ്യുകയും സ്റ്റേഷനറി സ്റ്റേറ്റർ ലൂപ്പിനകത്ത് കറണ്ട് ഇൻഡ്യൂസ്ഡ് ആവുകയും ചെയ്യുന്നു. ആഫ്റ്റർ എവറി ഹാഫ് റെവല്യൂഷൻ ദ മാഗ്നറ്റ് റിവേഴ്സസ് ഇറ്റ്സ് പൊളാരിറ്റീസ്. ദ കറണ്ട് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്റ്റേറ്റർ ചേഞ്ചസ് ദി സൈൻ ഇൻ എ റെവല്യൂഷൻ. ഓരോ അർദ്ധകറക്കത്തിലും മാഗ്നറ്റിൻ്റെ പൊളാരിറ്റി മാറുന്നു. അതിനാൽ ഉണ്ടാകുന്ന കറണ്ടിൻ്റെ സൈൻ മാറിക്കൊണ്ടിരിക്കുന്നു. ടു കൺവേർട്ട് ദിസ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ടു ഡയറക്റ്റ് കറണ്ട്, ഡയോഡ്സ് പാസ് ത്രൂ ദം ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. ഇങ്ങനെ ഉണ്ടാകുന്ന ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ടാക്കി മാറ്റാൻ ഡയോഡിലൂടെ കടത്തിവിടുന്നു. ഒരു ഡയറക്ഷനിലൂടെ മാത്രം ഡയോഡ് കറണ്ടിനെ കടത്തിവിടുന്നതിനാൽ AC DC ആയി മാറുന്നു. Voltage regulator. A voltage regulator controls the alternator voltage output to maintain a preset charging voltage for the battery. ബാറ്ററിയുടെ ചാർജിംഗ് വോൾട്ടേജ് ശരിയായ രീതിയിൽ നിലനിർത്താൻ വേണ്ടി ഓൾട്ടർനേറ്ററിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് റെഗുലേറ്റർ നിയന്ത്രിക്കുന്നു. It also controls electrical power to the vehicle's different electrical systems. വാഹനങ്ങളിലെ പല ഇലക്ട്രിക്കൽ ഭാഗങ്ങളിലെയും പവർ കൺട്രോൾ ചെയ്യാൻ വോൾട്ടേജ് റെഗുലേറ്റർ സഹായിക്കുന്നു. വിത്തൗട്ട് എ വോൾട്ടേജ് റെഗുലേറ്റർ ആൻ ഓൾട്ടർനേറ്റർ മേ പുട്ട് ഔട്ട് അപ് ടു 250 volt. ദിസ് ഈസ് ഇനഫ് ടു ഡിസ്ട്രോയ് ദ കാർസ് ബാറ്ററി ആൻഡ് ഇലക്ട്രിക്കൽ സിസ്റ്റം. വോൾട്ടേജ് റെഗുലേറ്റർ ഇല്ലെങ്കിൽ ഓൾട്ടർനേറ്റർ ഏകദേശം 250 വോൾട്ട് വരെ ഔട്ട്പുട്ട് നൽകുന്നു. ഇത് കാറിൻ്റെ ബാറ്ററിയെയും ഇലക്ട്രിക്കൽ സിസ്റ്റത്തിനെയും നശിപ്പിക്കാൻ കാരണമാകുന്നു. ദിസ് കീപ്സ് ദി വോൾട്ടേജ് സ്റ്റഡി ആസ് ദി സ്പീഡ് ചേഞ്ചസ് ആൻഡ് ആസ് ദി ഇലക്ട്രിക്കൽ ലോഡ് ചേഞ്ചസ്. എഞ്ചിൻ്റെ സ്പീഡ് വ്യത്യാസപ്പെടുമ്പോഴും ഇലക്ട്രിക്കൽ ലോഡ് വ്യത്യാസപ്പെടുമ്പോഴും വോൾട്ടേജ് റെഗുലേറ്റർ സ്റ്റഡി ആയിട്ടുള്ള വോൾട്ടേജ് നൽകുന്നു. The voltage regulator is usually found inside or on the back of the alternator case. ഒരു ഓൾട്ടർനേറ്റർ കേസിന് അകത്തോ പുറം ഭാഗത്തോ ആയി വോൾട്ടേജ് റെഗുലേറ്റർ കാണപ്പെടുന്നു. ലേറ്റ് മോഡൽ വെഹിക്കിൾസ് ഹാവ് ദ എൻജിൻ കൺട്രോൾ മോഡ്യൂൾ ഓർ ECM regulating alternator voltage output through a special circuit. ഏറ്റവും പുതിയ വാഹനങ്ങളിൽ ഒരു ECMൻ്റെ സഹായത്താൽ ഓൾട്ടർനേറ്ററിൻ്റെ വോൾട്ടേജ് ഔട്ട്പുട്ട് റെഗുലേറ്റ് ചെയ്യുന്നു. ചിത്രത്തിൽ ഒരു വോൾട്ടേജ് റെഗുലേറ്റർ കാണിച്ചിരിക്കുന്നു. വർക്കിംഗ് ഓഫ് ചാർജിംഗ് സിസ്റ്റം. ചാർജിംഗ് സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം. ദ എൻജിൻ ടേൺസ് ആൻ ഓൾട്ടർനേറ്റർ വിച്ച് ജനറേറ്റ്സ് 3-phase AC പവർ. എൻജിൻ ഓൾട്ടർനേറ്ററിനെ തിരിക്കുമ്പോൾ 3-phase AC പവർ ഉണ്ടാകുന്നു. ദ റൊട്ടേറ്റിംഗ് പാർട്ട് ഓർ rotor of the alternator is an electromagnet. When it spins, it creates a voltage in the non-moving coils of wire that make up the stator of the alternator. ഓൾട്ടർനേറ്ററിലെ റൊട്ടേറ്റിംഗ് പാർട്ടായ റോട്ടർ ഒരു ഇലക്ട്രോമാഗ്നറ്റ് ആണ്. റോട്ടർ സ്പിൻ ചെയ്യുമ്പോൾ സ്റ്റേറ്ററിനകത്തുള്ള നോൺ മൂവിംഗ് കോയിൽസിനകത്ത് ഒരു വോൾട്ടേജ് ഉണ്ടാകുന്നു. The AC voltage from the stator coils is rectified
യൂസിംഗ് ഡയോഡ്സ് ടു മേക്ക് DC. ഇങ്ങനെ ഉണ്ടാകുന്ന AC വോൾട്ടേജ് ഒരു റെക്ടിഫയറിലെ ഡയോഡിലൂടെ കടത്തിവിട്ട് DC ആക്കി മാറ്റുന്നു. ദിസ് DC ഈസ് യൂസ്ഡ് ടു ചാർജ് ദ ബാറ്ററി ആൻഡ് പവർ ദി കാർസ് സർക്യൂട്ട്സ്. ഈ DC വോൾട്ടേജ് ബാറ്ററിയെ ചാർജ് ചെയ്യുകയും കാറിൻ്റെ മറ്റു സർക്യൂട്ടുകൾക്ക് ആവശ്യമായ പവർ നൽകുകയും ചെയ്യുന്നു. മെയിൻ്റനൻസ് ഓഫ് ബാറ്ററി. ശരിയായ രീതിയിൽ ബാറ്ററിയെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വളരെക്കാലം കേടുപാട് കൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് മനസ്സിലാക്കാം. ചെക്ക് ദ ബാറ്ററീസ് സ്റ്റേറ്റ് ഓഫ് ചാർജ്. മോസ്റ്റ് ബാറ്ററീസ് ഹാവ് എ സ്റ്റേറ്റ് ഓഫ് ചാർജ് ഇൻഡിക്കേറ്റർ ഓൺ ദി ടോപ്പ് ഓഫ് ദ ബാറ്ററി ദാറ്റ് വിൽ ഗീവ് യു ആൻ ഓൺ ദി സ്പോട്ട് ഡയഗ്നോസിസ് ഓഫ് ദി ബാറ്ററി കണ്ടീഷൻ. ബാറ്ററിയുടെ ചാർജ് നോക്കുക. ഇതിനായി ഒരു ചാർജ് ഇൻഡിക്കേറ്റർ ബാറ്ററിയുടെ മുകളിലായി ഉണ്ടായിരിക്കും. ഇത് ബാറ്ററിയുടെ ചാർജിംഗ് കണ്ടീഷനെ കുറിച്ച് ഓൺ ദി സ്പോട്ട് ഡയഗ്നോസിസ് നൽകുന്നു. എൻഷുവർ ദ ബാറ്ററി ടോപ്പ് ഈസ് ക്ലീൻ, ഡ്രൈ, ഫ്രീ ഓഫ് ഡർട്ട് ആൻഡ് ഗ്രിം. എ ഡർട്ടി ബാറ്ററി ക്യാൻ ഡിസ്ചാർജ് അക്രോസ് ദി ഗ്രിം ഓൺ ടോപ്പ് ഓഫ് ദ ബാറ്ററി കേസിംഗ്. ബാറ്ററിയുടെ മുകൾ ഭാഗം ക്ലീൻ ആണെന്ന് ഉറപ്പുവരുത്തുക. അഴുക്ക്, പൊടിപടലങ്ങൾ ഇവ ഇല്ലാതെ സൂക്ഷിക്കുക. മുകൾ ഭാഗം എപ്പോഴും ഡ്രൈ ആയി സൂക്ഷിക്കേണ്ടതാണ്. അഴുക്ക് അടിഞ്ഞുകൂടിയാൽ ബാറ്ററിയുടെ മുകൾ ഭാഗത്ത് ഡിസ്ചാർജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇൻസ്പെക്ട് ദി ടെർമിനൽസ്, സ്ക്രൂസ്, ക്ലാംപ്സ് ആൻഡ് കേബിൾസ് ഫോർ ബ്രേക്കേജ്, ഡാമേജ് ഓർ ലൂസ് കണക്ഷൻസ്. ദീസ് ഷുഡ് ബി ക്ലീൻ, ടൈറ്റ് ആൻഡ് ഫ്രീ ഓഫ് കൊറോഷൻ. കേടുപാടുകളോ പൊട്ടലോ ലൂസ് കണക്ഷൻസോ ഉണ്ടോ എന്നറിയാൻ ബാറ്ററി ടെർമിനൽസ്, സ്ക്രൂ, ക്ലാംപ്സ്, കേബിൾസ് എന്നിവ പരിശോധിക്കുക. ഇതെല്ലാം ക്ലീനും ഉറപ്പുള്ളതും തുരുമ്പില്ലാത്തതുമാണെന്ന് ഉറപ്പുവരുത്തുക. ഡു നോട്ട് പുട്ട് വെയ്റ്റ് ഓൺ ബാറ്ററി ആസ് ഇറ്റ് മേ ബെൻഡ് ദി പ്ലേറ്റ്സ്. ബാറ്ററിയുടെ മുകളിൽ വെയ്റ്റ് വയ്ക്കരുത്. ഇത് പ്ലേറ്റ് വളയാൻ കാരണമാകും. ഡു നോട്ട് ഹാമർ ദി ബാറ്ററി ടെർമിനൽസ്. ബാറ്ററിയുടെ ടെർമിനലുകൾക്ക് ശക്തിയായ ബലം നൽകാൻ പാടില്ല. പുട്ട് പെട്രോളിയം ജെല്ലി ഓൺ ബാറ്ററി ടെർമിനൽസ് ടു അവോയ്ഡ് സൾഫേഷൻ. സൾഫേഷൻ തടയാൻ ബാറ്ററി ടെർമിനലുകളിൽ പെട്രോളിയം ജെല്ലി ഉപയോഗിക്കേണ്ടതാണ്. അവോയ്ഡ് കോണ്ടാക്ട് ഓഫ് ഇലക്ട്രോലൈറ്റ് വിത്ത് ഐസ്, സ്കിൻ ഓർ ക്ലോത്ത്സ്. ഇലക്ട്രോലൈറ്റ്, സ്കിൻ, ക്ലോത്ത്, ഐസ് ഇവയുമായി സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കണം. റിമൂവ് വെന്റ് പ്ലഗ് വൈൽ ചാർജിംഗ്. ചാർജ് ചെയ്യുമ്പോൾ വെന്റ് പ്ലഗ് നീക്കം ചെയ്യണം. നെവർ ബ്രിങ് ഫ്ലെയിം നിയർ വെന്റ് ഹോൾസ് വൈൽ ചാർജിംഗ്, മേ കോസ് എക്സ്പ്ലോഷൻ. ചാർജിംഗ് ചെയ്യുമ്പോൾ വെന്റ് ഹോൾസിന് സമീപം ഫ്ലെയിം വരാതെ നോക്കണം. ഇല്ലെങ്കിൽ ബാറ്ററി പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. In case the electrolyte level in the battery is not sufficient, top up with distilled water. ബാറ്ററിയിലെ ഇലക്ട്രോലൈറ്റിൻ്റെ അളവ് കുറവാണെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിച്ച് ടോപ്പ് അപ്പ് ചെയ്യണം. നെവർ ലെറ്റ് ദ ബാറ്ററി ഇൻ ഡിസ്ചാർജ്ഡ് കണ്ടീഷൻ, അതർവൈസ് ദ പ്ലേറ്റ് വിൽ ബിക്കെയിം സൾഫേറ്റഡ്. ഡിസ്ചാർജ്ഡ് കണ്ടീഷനിൽ തുടരാൻ ബാറ്ററിയെ അനുവദിക്കരുത്. കാരണം ബാറ്ററി പ്ലേറ്റ്സ് സൾഫേറ്റഡായി മാറും. ടു അവോയ്ഡ് ആക്സിഡൻ്റൽ ആർച്ചിങ്, ഓൾവേസ് റിമൂവ് ദി നെഗറ്റീവ് കേബിൾ ഫസ്റ്റ് വൈൽ ഡിസ്കണക്റ്റിംഗ് ആൻഡ് കണക്റ്റിംഗ് ദി ബാറ്ററി. ബാറ്ററി കണക്ട് ചെയ്യുമ്പോഴും ഡിസ്കണക്ട് ചെയ്യുമ്പോഴും ആക്സിഡൻ്റൽ ആർച്ചിങ് ഒഴിവാക്കാനായി എല്ലായ്പ്പോഴും ബാറ്ററിയുടെ നെഗറ്റീവ് കേബിളാണ് റിമൂവ് ചെയ്യേണ്ടത്. വാഹനങ്ങളിലെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട ഒരു സിസ്റ്റമാണ് ചാർജിംഗ് സിസ്റ്റം. അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നും എങ്ങനെയാണ് ബാറ്ററിയെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നും വിശദമായി മനസ്സിലാക്കി കൃത്യമായി പഠിക്കുക, നോട്ടുകൾ തയ്യാറാക്കുക. സംശയമുണ്ടെങ്കിൽ അധ്യാപകരോട് ചോദിച്ച് മനസ്സിലാക്കുക. താങ്ക് യു.